ദൈവത്തിന് മഹത്വം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ദൈവത്തിന് എല്ലാ നന്മകളെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥന പതിപോലെ ഉണ്ട്. കടന്നു വരിക, പ്രാർത്ഥിക്കുക. ദൈവസഭയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരമാണല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം നിമിഷത്തെ വചനചിന്തയ്ക്കായിട്ട് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നാം പലപ്പോഴും കേട്ടിട്ടുള്ളത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന വേദഭാഗമാണ്. യേശു ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് സംസാരിച്ച കാര്യങ്ങളാണ്. പൊതുജനവും അത് കേട്ടുകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. എന്താണ് 5, 6, 7 അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഒന്നുകൂടെ പറയുന്നു. ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ, ദൈവരാജ്യത്തിലെ അംഗങ്ങളായിരിക്കുന്നവരുടെ അവകാശങ്ങൾ, ദൈവരാജ്യത്തിലെ അംഗങ്ങളായിരിക്കുന്നവരുടെ കടപ്പാടുകൾ, ഇതൊക്കെയാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ ഭരണഘടനയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയ്ക്കകത്ത് എന്താണ് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒരു രാജ്യത്തിന്റെ ആ രാജ്യത്തിലെ പ്രജകളുടെ അവകാശങ്ങൾ, പ്രജകളുടെ ഉത്തരവാദിത്തങ്ങൾ, ഇത് രണ്ടുമാണ്. അവകാശങ്ങൾ മാത്രമായിട്ടൊരു ഭരണഘടനയില്ല. മറുവശത്തെ ഉത്തരവാദിത്തങ്ങളും കൂടെയുള്ള ഒന്നാണ് ഭരണഘടന. ഇവിടെ 5-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ദൈവരാജ്യത്തിലെ പ്രജകളുടെ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞാണ്. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി അംഗത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. നമ്മുടെ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ നമ്മുടെ സ്തോത്രം നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലെന്ന് പറയുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്തൊരു പൗരത്വമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പൗരത്വം അവിടെയാണ്. ഇവിടെ ഏത് രാജ്യത്ത് പൗരത്വം ഉണ്ടായിരുന്നാലും മരണത്തോടുകൂടി അവസാനിക്കുന്നതോടുകൂടി തീർന്നു പോകുന്നു. പക്ഷെ തീരാത്ത ഒരു പൗരത്വത്തിന്റെ ഉടമകളാണ് നമ്മളെ. യേശുവിനെ രക്ഷകനും കർത്താവായിട്ട് അംഗീകരിച്ചതോടുകൂടി നമുക്ക് ലഭിച്ച ഭാഗ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വർഗരാജ്യത്തിലെ സ്തോത്രം സിറ്റിസൺ ആയി തീരാൻ പൗരത്വം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ലഭിച്ചവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അതാണ് 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെട്ടെന്നൊന്ന് വായിച്ചു പോയിട്ട് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ. ദൈവരാജ്യത്തിന്റെ പൗരന്മാരിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേക സ്വഭാവം 8 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാവിൽ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രമാത്രമാണ്: ദൈവമേ, എനിക്ക് മാത്രമായിട്ട് എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അങ്ങനെ ജീവിക്കാൻ എനിക്ക് കഴിയത്തില്ല. അതെ, അങ്ങയുടെ സഹായമില്ലാതെ, അങ്ങയുടെ നടത്തിപ്പില്ലാതെ, അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നമ്മളെ തന്നെ സമ്മതിക്കുന്ന സ്തോത്രം ഒന്നാണ് ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കിനിയും ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെടാനുണ്ട് എന്നുള്ള ചിന്തയാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം. എല്ലാം തികഞ്ഞവരായിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. എനിക്കെല്ലാം അറിയാം, എനിക്കിനി ഒന്നിന്റെയും ആവശ്യമില്ല, എനിക്കെല്ലാം തികഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്തയ്ക്ക് ചിന്തയ്ക്ക് അപ്പുറത്തുള്ള ഒന്നാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. എതിരായിട്ട് വേണമെങ്കിൽ പറയാം, എനിക്കെല്ലാമായി, ഇനി എനിക്ക് വചനത്തിന്റെ ആവശ്യമില്ല, കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ചിന്ത ആർക്കെങ്കിലും മനസ്സിൽ വരുമ്പോൾ ഓർത്തുകൊള്ളണം, ആത്മാവിൽ ദാരിദ്ര്യമില്ല. അതിനർത്ഥം പിന്നെ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല, ദൈവത്തിൽ നമുക്കൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം,
എനിക്കിനിയും ദൈവത്തിൽ നിന്നും ഏറ്റെടുക്കാനുണ്ട്. എനിക്കിനിയും വചനം കേൾക്കണം. എനിക്കിനിയും വചനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കണം. എനിക്ക് ഇനിയും വചനത്തിലൂടെ ദൈവസാന്നിധ്യത്തിലൂടെ നന്മ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ആത്മീയ ദാരിദ്ര്യമാണ്. അതിനെ നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ദൈവമേ ഇങ്ങനെ സ്തുതിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് സ്തുതിക്കണം? എത്ര ഹൃദയത്തിൽ ആ തോന്നൽ വരാറുണ്ട്? എനിക്ക് നന്നായിട്ട് ഒന്നുകൂടെ സ്തോത്രം പറയണം, എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് സ്തോത്രം പറയണം. അതിനുള്ള ആരോഗ്യം ദൈവം തരണം. എത്ര പേര് രാവിലെ ദൂത് ഏറ്റെടുക്കുന്നുണ്ടായി? എനിക്ക് ഇത് ഞാൻ ഇന്ന് സ്തുതിച്ചതിനേക്കാൾ നന്നായിട്ട് എനിക്ക് സ്തോത്രം പറയണം. എനിക്ക് ശരീരത്തിന് അല്പം ക്ലേശമുണ്ട്, അതെനിക്ക് മാറ്റി തരണം. എനിക്ക് തന്നെ അത് പരിഹരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ കൃപ എന്റെ മേൽ പകരണമെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആത്മീയ ദാരിദ്ര്യമാണ്. അവിടെയാണ് ദൈവത്തിന് കരയിറങ്ങി വന്ന് നിങ്ങളെ തൊടുന്നത്. അതുകൊണ്ട് രാവിലെ സമയം ദൈവാത്മ വിളിച്ചു പറയുന്നത് എപ്പോഴും ആ ദാരിദ്ര്യത്തിന്റെ അനുഭവം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദൈവം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അങ്ങനെ ദാരിദ്ര്യമുള്ളവരെ പോഷിപ്പിക്കുകയും സമ്പന്നന്മാരെ മടക്കി അയക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. നിർഭാഗ്യവശാൽ അനേക കൂട്ടങ്ങളിലും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അനേക കൂട്ടങ്ങളിലും എനിക്കെല്ലാം അറിയാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ള ചിന്തയോടുകൂടെ ആരാധനയോടെ ഡിറ്റാച്ച് ചെയ്ത് ആരാധന ശക്തമായി നടക്കുമ്പോൾ അതിനോടൊരു ബന്ധമില്ലെന്നുള്ള തോന്നലിൽ രീതിയിൽ ഇരിക്കുകയും വന്നിട്ട് പോവുകയും ചെയ്യുന്ന പലരുമുള്ള നമ്മുടെ ലോകത്തിൽ രാവിലെ ദൈവാത്മ വിളിച്ചു പറയുന്നു, ദൈവസഭയ്ക്കകത്തുള്ള എല്ലാവരും ആരാധനയോടെ ബന്ധപ്പെട്ട് ആക്റ്റീവായിട്ട് ദൈവമേ എന്നോട് സംസാരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, ഇത് പോരാ എന്നുള്ള ബോധത്തോടുകൂടെ ദൈവസന്നിധിയിലായിരുന്നാൽ അത് ആത്മീയ ദാരിദ്ര്യമാണ്. ഒരു പാട്ടുണ്ടല്ലോ, ഇത് പോരായേ അല്ലേ? എനിക്ക് വളരെ സാന്നിധ്യം പോരായേ, ഇത് പോരായേ നിൻ സാന്നിധ്യം പോരായേ. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണല്ലേ? പാടണമെന്നുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാടി സമയം എടുക്കണമല്ലോ. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുക. അപ്പോ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്നാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ബിയാറ്റിറ്റ്യൂഡ് എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാഗ്യം എന്നുള്ളതിനെ കുറിച്ചാണ്. ബ്ലെസ്സഡ് എന്നാണ്, ഭാഗ്യവാന്മാരെന്നതിനെ കുറിച്ച്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, 4-ാമത്തെ വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് തന്നെ അറിയാം. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെന്ന് പറഞ്ഞാൽ ഇനിയും ദൈവത്തെ എനിക്ക് വേണം, ഇനിയും ദൈവ സാന്നിധ്യം എനിക്ക് വേണം, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ദൈവത്തെ ആരാധിക്കണം, അതിനുള്ള കൃപ എനിക്ക് വേണം, ഇതിനേക്കാൾ നന്നായിട്ട് സ്തോത്രം പറയണം, അതിനുള്ള ആരോഗ്യം എനിക്ക് വേണം, അത് ദൈവത്തിന് തരാൻ കഴിയത്തുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടെ ദൈവസന്നിധി ഇരിക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് ആമേൻ സ്തോത്രം അതിനെക്കുറിച്ചൊരു ദുഃഖം ഉണ്ടായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്നെ ശ്രദ്ധിച്ചാട്ടെ, ഇതിനേക്കാൾ എനിക്ക് ബെറ്റർ ആയിട്ട് ആരാധിക്കാൻ ഇപ്പൊ കഴിയാതിരിക്കുന്നത് എന്റെ കുറവ് കൊണ്ടാണ്. ഇതിനേക്കാൾ ദൈവത്തെ ശക്തമായിട്ട് സ്തുതിക്കാൻ എനിക്ക് കഴിയാതിരിക്കുന്ന എന്റെ കുറവ് കൊണ്ടാണ്. ഇതിനേക്കാൾ ദൈവസാന്നിധ്യം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുന്ന എന്റെ കുറവ് കൊണ്ടാണെന്നുള്ള ബോധമാണ് ദുഃഖം ഉണ്ടാക്കുന്നത്. രാവിലെ എത്ര പേർക്കര ബോധമുണ്ട് പ്രിയമുള്ളവരെ? രാവിലെ ദൈവസന്നിധിയിൽ അങ്ങനെ ബോധമുള്ളവരാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആമേൻ. നിങ്ങളുടെ ആ ദുഃഖത്തെ മാറ്റി നിങ്ങളുടെ ഹൃദയത്തിന് പ്രാഗൽഭ്യം തരാൻ കഴിവുള്ളവനാ നമ്മുടെ ദൈവം. ആമേൻ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച്, കുറ്റങ്ങളെ കുറിച്ച് അനുതാപത്തോടുകൂടി ആയിരിക്കുന്നതാണ് ദുഃഖം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെ ബലപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യമാണ് ഇന്ന് പകൽ ആമേൻ നമ്മോട് കൂടെ ഉള്ളത്. ഞാൻ അതിലേക്കെല്ലാം പോകുന്നില്ല, അങ്ങനെ പോയാൽ നമുക്ക് സമയത്തെ തീർക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പൗരന്മാരുടെ പ്രത്യേകതകളും സ്വഭാവങ്ങളുമാണ് ആമേൻ സ്തോത്രം 3 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി, ഏതാണ്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് ലോകം അനുകൂലമല്ല. എന്റെ കൂടെ നിങ്ങൾ കുറിവാക്യത്തിൽ വരാൻ പോകാം. അങ്ങനെയുള്ളവർക്ക് ലോകം എന്നല്ല, അനുകൂലമല്ല. 10 മുതലുള്ള 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാട്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കുന്ന പിശാചിന് ഇഷ്ടമല്ല, നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നത് ശത്രുവിന് ഇഷ്ടമല്ല, നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നതും ശത്രുവിന് ഇഷ്ടമല്ല. രാവിലെ ഏറ്റെടുത്തു കൊള്ളണം. ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന് എതിർപ്പുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിനെതിരെ ശത്രുവിന്റെ പോരുകളുണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിനെതിരായിട്ട് എല്ലാ തരത്തിലും, ഏതൊക്കെ തരത്തിലാണ് അവിടുന്ന് വായിച്ചേ? യേശുവിന്റെ നാമം നിമിത്തം പഴിക്കുകയും
ഉപദ്രവിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുന്ന പാടനാണ് ഞാൻ സൂക്ഷിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പുലിയൂർക്കുടി ഇങ്ങനെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ ഞായറാഴ്ച രാവിലെ മെനക്കെട്ടിരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. കുറച്ചുപേര് ഒരു മതിലിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അവരെ സ്ഥിരമായിട്ട് ഞങ്ങൾ കേൾക്കുന്നതാണ്. ഒരു ചെറിയ സ്കൂട്ടറൊക്കെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിലിങ്ങനെ പാണ്ടാട്ടില് ആരാധനയ്ക്ക് പോകുന്ന ഈ അവസരത്തില് ആ മതിലിൽ ഇരുന്നുകൊണ്ട് സൂത്രം 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 എന്ന് പറയും അവര്. ആമേൻ. ആദ്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ടും എന്നെ തോന്നിയിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ അത് ചിലരെങ്കിലും ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലെങ്കിലും ദൈവത്തെയോ ദൈവനാമത്തെയോ ദൈവത്തെ ആരാധിക്കുന്നവരെ കളിയായിട്ട് പരിഹസിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ ബോധത്തോടുകൂടെ ഏറ്റെടുത്തോണം. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുതരാം. അവർ പലരും പെന്തക്കോസ്തിലായിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൂത്രമെല്ലാം വിട്ടിട്ട് സ്തോത്രം പറയത്തക്കവണ്ണം ദൈവജനത്തോടുകൂടി ആരാധിക്കത്തക്കവണ്ണം അവരെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മളെ പരിഹസിക്കുന്നവരെ കണ്ടിട്ട് നോക്കിയിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യങ്ങൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗരാജ്യത്തിലെ അംഗമാണെന്നുണ്ടെങ്കിൽ ലോകമെതിരാ. സ്വർഗരാജ്യത്തിലെ അംഗമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരാധനയ്ക്കെതിരാ. സ്വർഗരാജ്യത്തിലെ അംഗമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്തോത്രം പറയുന്നതിനെതിരാ. നമുക്കറിയാമല്ലോ, നമ്മുടെ പല സഭകളിലും ആരാധനയുടെ ശബ്ദം പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവൻ പോലീസിൽ പോയിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ. അതിനേക്കാൾ ശബ്ദത്തോടുകൂടി ഇവിടെ എന്തെല്ലാം നടക്കുന്നു. ആരും പോലീസിൽ പോകുന്നില്ലല്ലോ. ആരാധന സ്ഥലത്ത് നടക്കുന്ന ആ ശബ്ദത്തെക്കാൾ ശക്തിയുള്ള ശബ്ദം, ദേശത്തെ ഇളക്കുന്ന ശബ്ദവുമായിട്ട് ഇവിടെ എത്രയോ ആളുകൾ എന്തെല്ലാം ചെയ്യുന്നു. അതിനെതിരായിട്ട് ഏത് പോലീസിൽ പോകുന്നു? ആര് പോലീസിൽ പോകുന്നു? പോലീസിൽ പോകുന്ന ഒറ്റ കാര്യമുള്ളൂ, പെന്തക്കോസ്ത് ആരാധന. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് ആരാധനയ്ക്കെതിരല്ല അല്ലാതെ ആമേൻ ആര് പോകുന്നു? ഏത് പോലീസിൽ പോകുന്നു? പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ്? ഇതിനാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. ആരാധന മുടക്കാനായിട്ട് പിശാചിന്റെ തന്ത്രവുമായിട്ട് വരുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ ദൈവരാജ്യത്തിലെ പൗരന്മാരായതുകൊണ്ടാണ്. ആമേൻ. നിങ്ങളെ കുറിച്ച് സകല കളവുകളും ദോഷമായിട്ട് പറയുന്ന ഈ അവസരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. നിങ്ങൾ വരപ്പെട്ടു പോകരുത്. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. മറ്റുള്ളവർ കാരണമില്ലാതെ കുറ്റം പറയുമ്പോൾ ദൈവസന്നിധി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമാണ് നമുക്ക് വേണ്ടി ആമേൻ വാദം നടത്തുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടിയുണ്ട്. ഏത് കാര്യവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരുവനാ പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഓർത്തുകൊള്ളണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാരാക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നവനാ. നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു തരുന്നവനാ പരിശുദ്ധാത്മാവ്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് പറഞ്ഞു തരുന്നവനാ പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കണം ഒരു വിഷയം വരുമ്പോൾ അത് പറഞ്ഞു തരുന്നവനെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ നിരന്തരം ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. നിങ്ങളെ വഴി നടത്താൻ, നിങ്ങൾക്ക് ഉപദേശം നൽകി തരാൻ, നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് പഠിപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അവൻ സ്വർഗരാജ്യത്തിന്റെ പൗരന്മാരാണെങ്കിൽ ലോകം എന്നും എതിരാണ്. പക്ഷെ എതിർപ്പുകൊണ്ടാണ് നമ്മൾ ഭാരപ്പെടുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാമോ, 1000 പൂജ്യം ഇട്ടാലും ഒരു വിലയില്ല. അവൻ പക്ഷെ അതിനിപ്പുറത്ത് ഒന്ന് ഇട്ട് നോക്കിക്കേ. അവൻ 1000 പേര് നമുക്കെതിരായിട്ട് വന്നാലും നമ്മുടെ ഒരു സൈഡിൽ കർത്താവ് ഉണ്ടെങ്കിൽ അവൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിലയുള്ളതാണ്. എത്ര പേര് ബോധ്യപ്പെട്ട് കാര്യത്തിൽ ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ടായി. രാവിലെ ദൂതം നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ നേരിടുന്ന വിഷയത്തിന്റെ മുഖത്ത്, നിങ്ങളുടെ നേരിടുന്ന പ്രശ്നത്തിന്റെ മുഖത്ത്, അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ശത്രുവിടുന്ന ഏത് പോരിന്റെയും മുൻപിൽ നമ്മളെ ബലത്തോടെ നിർത്തുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, യോഹന്നാനെ, അപ്പോസ്തലനായ യോഹന്നാനെ നാടുകടത്തി അവൻ കുറച്ച് സഹിക്കേണ്ടി വന്നു. യോഹന്നാൻ യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ചവനാ. പ്രതികൂലത്തിന്റെ നടുവിൽ ഹൃദയത്തിനകത്ത് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കർത്താവ്, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എല്ലാവരും ഓടിപ്പോയിട്ട് ഞാൻ മാത്രം ക്രൂശിനടുക്ക് നിന്നവനാണല്ലോ. നിന്റെ ശബ്ദം, മരണത്തിന്റെ സമയത്ത് നിന്റെ ശബ്ദം കേട്ടവനാ ഞാൻ. എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യം തന്റെ ഹൃദയത്തിൽ സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാം അവനെതിരായിരുന്നു. ചക്രവർത്തി എതിരായിരുന്നു, ചുറ്റുപാടും എതിരായിരുന്നു, സാഹചര്യങ്ങൾ എതിരായിരുന്നു, കൂടെ ആരാധിക്കാൻ ആരുമില്ല. ഒറ്റയ്ക്കായിരിക്കുന്ന ഈ അനുഭവത്തിലും യേശു എന്തുകൊണ്ട് ഇറങ്ങി വന്നു? പ്രിയമുള്ളവരെ, 1000 പൂജ്യങ്ങൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ അവന്റെ കൂടെ നിൽക്കാൻ ഒരുവൻ ഇറങ്ങി വന്നു. രാവിലെ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. 1000 പേര് നമുക്കെതിരായിട്ട് നിന്നാലും നമ്മുടെ അടുത്ത് നിൽക്കാൻ ഇറങ്ങി വരുന്നവരാ നമ്മുടെ കർത്താവ്. ആരാധനയുടെ സമയത്താണ് യേശു കർത്താവ് പ്രത്യേകം നമ്മോടുകൂടെ ഇറങ്ങി വരുന്നത്. യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആരാധനയെ കണ്ട് മുട്ടമടക്കിയപ്പോഴല്ലേ കർത്താവ് ഇറങ്ങി വന്നത്. രാവിലെ ഏറ്റെടുത്തുകൊള്ളണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചതറിയാമോ?
അവനെ നാടുകടത്തിയവൻ മരിച്ചു, അവനെതിരായിട്ട് നിന്നവർ മിക്കവാറും മരിച്ചു. പക്ഷെ യോഹന്നാൻ പ്രായാധിക്യത്തിലായി ദൈവസഭയിലേക്ക് മടങ്ങിച്ചെന്ന് സഹോദരന്മാരോടുകൂടി ആരാധിച്ച് സ്വാഭാവിക മരണം പ്രാപിച്ചു. രാവിലെ എത്ര പേര് സ്വോത്രം പറയാൻ ഏറ്റെടുക്കാറുണ്ട്? സമയത്തിന് മുമ്പേ മരണം വരത്തില്ല കേട്ടോ, സമയത്തേ വരത്തുള്ളൂ. ഇന്ന് രാവിലെ ഏറ്റെടുത്തുകൊള്ളുക. ആമേൻ. ദൈവത്തിന്റെ സമയത്ത് മാത്രമേ മരണം വരത്തുള്ളൂ കേട്ടോ. മരണത്തെ കുറിച്ച് ഭയമുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഏത് സമയത്തും വന്നുകൊള്ളട്ടെ. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, ശത്രു കടന്നു വന്നിട്ട് കൊല്ലാൻ ശ്രമിച്ചാലും യോഹന്നാൻ ചാകത്തില്ല. ദൈവത്തിന്റെ സമയത്തെ അവൻ മരിക്കത്തുള്ളൂ. എത്ര പേര് രാവിലെ സമയം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും? പ്രതികൂലത്തെ കണ്ടുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. ഇറങ്ങി വരുന്ന സ്വർഗത്തിന്റെ സാന്നിധ്യം കൊണ്ട് പ്രിയമുള്ളവരെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാരീരികമായിട്ട് നമുക്ക് ക്ലേശം പ്രയാസം ഉണ്ടാവുന്ന വെച്ചാൽ ഒന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം മാറ്റിത്തരും കേട്ടോ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ചില മിനിറ്റുകൾ ഉള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറിവാക്യത്തിലേക്ക് വന്നാട്ടെ. 5:14 വായിച്ചത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആദ്യത്തെ നോക്കിയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പൊ സ്വർഗരാജ്യത്തിലെ പ്രജകളുടെ പൗരന്മാരുടെ ജീവിതത്തെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കി തരാൻ ഉപയോഗിച്ചിരിക്കുന്ന 2 ഉപമകളാണ്, 2 സാദൃശ്യങ്ങളാണ്. ഒന്ന് ഉപ്പും മറ്റൊന്ന് വെളിച്ചം. ഇത് 2 ലോകത്തിന്റെ എസെൻഷ്യൽ തിങ്സ് ആണ്. മറ്റു പലതും ഇല്ലെങ്കിലും കുഴപ്പമില്ലാതെ പോകും. പക്ഷെ ഉപ്പും വെളിച്ചവും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും നിലനിൽക്കാൻ പറ്റത്തില്ല. ദൈവം നമുക്കിത് വെളിച്ചം ദൈവം തരുന്ന എത്ര സൗജന്യമായിട്ടല്ലേ? ചിന്തിച്ചു നോക്കിയാൽ പ്രിയമുള്ളവര്, രാത്രിയില് നമ്മള് വീട്ടിൽ ലൈറ്റ് ഇട്ടാല് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന് ഒത്തിരി പൈസ കൊടുക്കണ്ടേ? പക്ഷെ പകൽ മുഴുവനും എന്താണ്? ഇത്രയും വെളിച്ചം ദൈവം തരുന്ന ഓർത്ത് സ്തോത്രം ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. പക്ഷേ ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത ഏതാണ്? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ വെളിച്ചത്തിന്റെ പ്രത്യേകത ഏതാണ്? വെളിച്ചത്തിലാണ് തെറ്റും ശരിയും മനസ്സിലാകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവമക്കൾ ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ മറ്റുള്ളവർക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാൻ നമ്മളിലൂടെ വേണം. അതെ, ആരാധന തെറ്റാണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്മുടെ ആരാധനയിലൂടെ. ദൈവത്തെ സേവിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ദൈവത്തെ സേവിക്കുന്നതിലൂടെ. നമ്മളാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ആരാധന എന്താണ്, സ്തോത്രം പറയേണ്ടത് എന്താണ് നമ്മളെ കാണിച്ചു കൊടുക്കേണ്ടത് അല്ലേ? എന്ത് പറയുന്നു? അപ്പൊ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളിനെ സ്തോത്രം പറയാൻ നന്നായിട്ട് പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സ്തോത്രം പറയണം. എത്ര പേരുടെ കൂടെ നിന്നറിയാതെ നിങ്ങളാരും മോശക്കാരല്ല സ്തോത്രം പറയുന്നതിലേ. പക്ഷെ എന്നാലും അടുത്തിരിക്കുന്ന ആളിന്റെ സ്തോത്രം കുഴപ്പം പതുക്കുകയാണെന്നുണ്ടെങ്കിൽ, അലക്ഷ്യമായിട്ടാണെങ്കിൽ പഠിക്കേണ്ടത് അടുത്തിരിക്കുന്ന നമ്മളാണ്. നമ്മുടെ സ്തോത്രം കണ്ടിട്ടാ പറഞ്ഞിടാം. അപ്പൊ നമ്മുടെ സ്തോത്രം നന്നായിട്ടാണെങ്കിൽ അടുത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? സ്തോത്രം പറയും. അവിടെ നമ്മൾ വെളിച്ചമായിരിക്കും, നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ സ്വയം പ്രകാശിക്കുന്നവരല്ല. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നതാണ് അല്ലല്ലോ. പക്ഷെ പൂർണ്ണ ചന്ദ്രന്റെ ദിവസം ലോകം മുഴുവൻ നല്ല വെളിച്ചമാണ്. ആയിരിക്കുന്നിടത്ത് നല്ല വെളിച്ചമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലൈറ്റും വേണ്ട. പൂർണ്ണ ചന്ദ്രന്റെ ദിവസം മേഘങ്ങളില്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണ ചന്ദ്രന്റെ ദിവസം വേറെ ഒരു ഹെൽപ്പും വേണ്ട, നമുക്ക് സുഖമായിട്ട് നടക്കാം, പോകാം. അതെ, പക്ഷെ ഈ ചന്ദ്രൻ എവിടുന്നാ കിട്ടുന്നത്? അതെ, സൂര്യനിൽ നിന്നാ കിട്ടുന്നത്. നമുക്ക് ലഭിക്കും. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന വെളിച്ചമാണ് നമ്മളെ പ്രകാശമാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശുവിനോട് ബന്ധപ്പെടാത്ത ഒരു ജീവിതം ഇരുണ്ട ജീവിതമാണ്. യേശുവുമായിട്ട് യഥാർത്ഥമായിട്ടും ശരിക്കും ബന്ധപ്പെടാത്ത ഒരു ജീവിതം ഇരുണ്ട ജീവിതമാണ്. ചില സമയത്ത് ലൈറ്റ് കത്തത്തില്ല. കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഒരു വയർ ലൂസാണ്. അത്രേ ഉള്ളൂ. എല്ലാം ഉണ്ട്, ബൾബുണ്ട്, എല്ലാം ഉണ്ട്, ഹോൾഡർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് കത്തുന്നില്ല. അറിയാവുന്നവർ വന്ന് നോക്കുന്നവരുടെ, ഞാൻ ഹോൾഡർ അഴിച്ചു നോക്കുന്നവരുടെ ഒരു വയർ എന്ത് ചെയ്യാൻ ലൂസാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പവറുമായിട്ട് കണക്ഷൻ ഇല്ല. കാണുമ്പോഴെല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷെ പവറുമായിട്ട് എന്തില്ല? കണക്ഷൻ. യേശുവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രകാശമുള്ളവരേക്ക് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് ബന്ധമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട്, സാധു സുന്ദർ സിംഗ് ഒരിക്കൽ ലണ്ടൻ സന്ദർശിച്ച അവസരത്തിൽ
തൻ്റെ സ്നേഹിതന്റെയോ ആരുടെയോ ഭവനമാണ്. വാതിൽ മുട്ടിയ അവസരത്തിൽ ഒരു പെൺകുട്ടി, കൊച്ചു പെൺകുട്ടി വാതിൽ തുറന്നു, ഓടി തിരിച്ചു പോയിട്ട് അവിടെ മാതാപിതാക്കളോട് വിളിച്ചു, അമ്മയോട് വിളിച്ചു, മമ്മി യേശു വന്നിരിക്കുന്നു. കാരണം സാധു സുന്ദർ സിംഗിന്റെ മുഖത്ത് നോക്കിയപ്പോ തന്നെ ഒരു പ്രകാശം. അവർക്ക് തോന്നുകയാണ് യേശുവാണ് തോന്നുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കാണുന്ന ഒരു കർത്താവിനെ കാണണം. നമ്മളെ കാണുന്ന ഒരു കർത്താവിന്റെ സ്വഭാവത്തെ കാണണം. മറ്റുള്ളവർ കുറ്റം പറഞ്ഞിരിക്കും ശരിയാണ്, പക്ഷെ ഏറ്റവും കുറഞ്ഞത് അങ്ങനെ ആകാനുള്ള ശ്രമം നമ്മൾ നടത്തണം. നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാൻ നോക്കുന്ന അവസരം നമ്മുടെ നിലപാട് എന്തായിരിക്കും? മറ്റുള്ളവരെ നമ്മൾ ദേഷ്യപ്പെടുത്താൻ തോന്നിയ അവസരത്തിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? യേശു കർത്താവിനെതിരെ എന്തെല്ലാം കൊണ്ടുവന്നു, എന്തെല്ലാം കുറ്റാരോപണം കൊണ്ടുവന്നു, എന്തെല്ലാം ഉപദ്രവം കൊണ്ടുവന്നു. അവനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശയ്യാപ്രവചനത്തിൽ രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ. തിരിച്ചു പറയണമെന്നല്ല, പക്ഷെ നമ്മുടെ പ്രതികരണം ദൈവികമായിട്ടുള്ളതായിരിക്കണം. ചില പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചു വേണം. ദൈവാത്മാവും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കിന് വ്യത്യാസം ഉണ്ടാകും. ദൈവമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ നമ്മുടെ വാക്കിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. വ്യത്യാസം എന്നാൽ ലോകപ്രകാരമുള്ള വാക്കായിരിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വെളിച്ചമായിരിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അപ്പോ ഈ വെളിച്ചം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉത്തരവാദിത്വം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് തെറ്റി ശരിയും കാണിച്ചു കൊടുക്കാൻ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യം ഏറ്റെടുത്ത് നമ്മളൊരു വെളിച്ചമായി തരണം. അവർക്ക് ആരാധന എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ആ വെളിച്ചം സഹായിക്കും. ദൈവത്തെ മഹത്വപ്പെടുന്ന എങ്ങനെ കാണിച്ചു കൊടുക്കാൻ വെളിച്ചം സഹായിക്കും. അതാണ് ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുന്ന ഈ അവസരത്തിൽ. ഇതില്ലെന്നുണ്ടെങ്കിൽ ലോകം എന്ത് ചെയ്യും? ഇരുണ്ടുപോകും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, നിങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ എത്രമാത്രം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇത് രൂക്ഷമാകാതിരിക്കുന്നതിന്റെ കാരണം ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? ഇത് രൂക്ഷമാകാതെ അധികം നാശം ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം, ഉണ്ടാകാൻ നാശം, അതൊക്കെ നമ്മൾ വാർത്താമാധ്യമങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ദൈവാത്മാവ് എന്നെ ബോധിപ്പിക്കുന്നത്, സ്തോത്രം, ദൈവമക്കൾ ഇവിടെ ഉള്ളിടത്തോളം ഇത് നശിച്ചു പോകാതെ ദൈവം സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരിക്കലും ഇവിടുന്ന് പോകും കർത്താവ്. കർത്താവ് വരും, വെളിച്ചം പോകും ഇവിടുന്ന്, കേട്ടോ. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥയെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നതിന് കാരണം സഭ ഇവിടുന്ന് പോകുന്നത് കൊണ്ടാണ്. വെളിച്ചം പോയി കഴിഞ്ഞാൽ ഇരുട്ടാണ്, മൊത്തം ഇരുട്ടാണെന്നുണ്ടെങ്കിൽ ആരാരെയാണെന്നുള്ള അറിയത്തില്ല. ഇപ്പൊ തന്നെ അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു. അപ്പൊ ഈ വെളിച്ചം കൂടെ പോയി കഴിഞ്ഞാലോ പ്രിയമുള്ളവരെ എന്തായിരിക്കും അവസ്ഥ? ദൈവത്തിന്. പക്ഷെ ഇവിടെ ഉള്ളിടത്തോളം നമ്മൾ ലോകത്തിന് വെളിച്ചമായി നിലനിൽക്കുവാൻ, യേശു കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ പോകുവാൻ, നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന കർത്താവിന്റെ വചനം ഏറ്റെടുത്ത് ജീവിക്കുവാൻ കർത്താവ് നമ്മൾ സഹായിട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടത് വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന വചനം കേട്ടിട്ട് ആ വചനത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചു കൊടുത്ത് ആ വചനം നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരണം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ വെളിച്ചം നമ്മളെ ഏറ്റെടുത്ത് ലോകത്തിന് യേശുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം.